ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ കൃപ് സാർ. അപ്പോൾ നിങ്ങൾക്ക് ആസ്ട്രോളജി ജ്യോതിഷപരമായിട്ട് കൺസൾട്ടേഷൻ വേണമെന്നുള്ളത് എന്തോ ചെയ്യുക, കഴിഞ്ഞ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പറിൽ 903 74 29 39 8 ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജ്യോതിഷപരമായ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തോ ചെയ്യാം, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തോന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പറ്റി വലിയ ഡീറ്റെയിൽസ് അങ്ങോട്ട് പറഞ്ഞതിന് ശേഷം മാത്രമേ കൺസൾട്ടേഷൻ എടുക്കത്തുള്ളൂ. അങ്ങനെയല്ല, ഫണ്ട് വാങ്ങത്തുള്ളൂ നിങ്ങളേക്ക്. മനസ്സിലായില്ലേ? അതാണ് നമ്മളൊരു പൊതുവെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുമ്പോൾ. മനസ്സിലായില്ലേ? വേറൊന്നുമില്ല. അപ്പോൾ നമുക്കിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഓറയെ പറ്റിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാ ചാനൽ. ഓക്കെ, ഓറയെ പറ്റിയാണ്. നമുക്ക് മഴവില്ലിന് പല കളറും കാണാറുണ്ട്. ഓറയ്ക്ക് ഈ ചിത്രകാരന്മാർ പല കളറും കൊടുക്കാറുമുണ്ട്. അതിൽ പൊതുവെ കൊടുക്കുന്ന കളറാണ് ഈ പറയുന്ന പോലെ മഞ്ഞ, പച്ച, വെള്ള, മനസ്സിലായില്ലേ, ഓറഞ്ച്, ഇങ്ങനത്തെ പല കളറും കൊടുക്കാറുണ്ട്. മഴവില്ലിലും കളർ കൊടുക്കാറുണ്ട്. അങ്ങനെ, മനസ്സിലായില്ലേ? അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പല പല വികാരങ്ങളെ അടുക്കി വച്ചിരിക്കുന്ന സംഭവമാണ് ഓറ എന്ന് പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ വലിയൊരു എന്തോന്നാണ്, ഒരു ബോർഡ് വെച്ച സാധനമൊന്നുമല്ല. അതിൻ്റെ ഉള്ളിൽ വേറെ കളറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനർജിയാണ്. എനർജി നമ്മൾ ഡെയിലി പല പല ആൾക്കാരെ കാണുന്നുണ്ട്. അവർക്ക് ഓരോ എനർജി ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എനർജി ഫോഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഹൊറോസ്കോപ്പിൽ നമ്മൾ നോക്കേണ്ടത് ഏതാണ്, നമ്മുടെ ആത്മാകാരക ഗ്രഹം ഏതാണെന്ന് നമ്മൾ നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് നിങ്ങൾക്ക് നോക്കാറില്ലെങ്കിൽ ഇതിൽ നിന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് വരിക. മനസ്സിലായി? ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ആത്മാകാരക ഗ്രഹം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഏത് ഗ്രഹമാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യം. മനസ്സിലായി? ഇപ്പോൾ ശനിയാണെങ്കിൽ മടി കാണാം, എല്ലാം കാണാം. ശനി പോസിറ്റീവ് ആൻഡ് ഡിസിപ്ലിൻ കാണാം, അച്ചടക്കം കാണാം, എല്ലാം കാണാം. അപ്പോൾ എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. അപ്പോൾ പച്ചയെന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്, വെള്ളയെന്ന് പറഞ്ഞാൽ മൂണാണ്, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ സണ്ണാണ്, മഞ്ഞെന്ന് പറഞ്ഞാൽ ജൂപ്പിറ്ററാണ്. അങ്ങനെ പല പല റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്. പച്ചയെന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, മെർക്കുറിയാണ്, പ്രകൃതിയാണ്, എല്ലാമാണ്. അങ്ങനെ പല പല കളറുകളും. ചുവപ്പെന്ന് പറഞ്ഞാൽ മാഴ്സാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിലെ പല വികാരങ്ങളെയും പല രീതിയിൽ പുറത്ത് കാണിക്കാനാണ് ഈ പറയുന്ന തത്വം ഉണ്ടാക്കി വെച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ചില ആൾക്കാർ നമ്മളെ കണ്ടിട്ടുണ്ട് ലൈഫിൽ. ജോലിക്ക് പോയ പ്രശ്നം, പെണ്ണ് കെട്ടിയ പ്രശ്നം, തിരിച്ചപ്പം മുതൽ ഫുൾ പ്രശ്നം ലൈഫിൽ. എന്തോന്ന് പറയാം, പൈസ കയ്യിൽ നിൽക്കുന്നില്ല, ഒന്നും നിൽക്കുന്നില്ല. അത് എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്നുള്ള കാര്യമുണ്ട്. എന്തുകൊണ്ട് നിൽക്കുന്നില്ല, അത് നിൽക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇത് ശരിയല്ല എന്നുള്ളതാണ്. നമ്മുടെ എനർജി ഫോം ശരിയല്ല എന്നുള്ള കാര്യമാണ്. ലോകത്തുള്ള എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഒരു എനർജി ഫോം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എനർജി ഫോം, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഒരു എനർജി എന്തൊരു പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താ, ഇത് കല്ലായിക്കോട്ടെ, മണ്ണായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതുപോലത്തെ എനർജി ഫോം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മളുള്ളിലുള്ള. അപ്പം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഡെയിലി പല പല ആൾക്കാരടുത്ത് ഇടപെടുന്നുണ്ട്. നമ്മളെ സമ്മർദ്ദം, നമ്മുടെ കോണ്ടാക്റ്റ്, നമ്മുടെ ചുറ്റുപാട് എല്ലാം നമ്മുടെ വ്യക്തിത്വത്തെ ബാധിച്ചിരിക്കും. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിന് കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റാണെന്ന് ഞാൻ പറയും. കാരണം മൈൻഡ് സെറ്റ് മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ എനർജി ഫോം മാറത്തുള്ളൂ. മനസ്സിലായില്ലേ? ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റിലോട്ട് വരത്തുള്ളൂ നിങ്ങളുടെ എനർജി ഫോം. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ മാറ്റിയെടുക്കാം? അതിനുള്ള സിമ്പിൾ ട്രിക്കാണ്. രാവിലെ എണീക്കുക, കണ്ണടയ്ക്കുക, ഒരു 10-15 മിനിറ്റ് ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ശ്വാസം വലിച്ച് പിടിക്കുക. ഓക്കെ. ഹോൾഡ് ചെയ്യുക, നല്ല ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മളെ വയറിനെ വീർത്ത് വേണ പോലെ കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ് പതിയെ വിടുക. നമ്മുടെ ശ്വാസത്തിലെ ബ്രീത്തിങ് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? കൗണ്ടിങ് ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ, ശ്വാസം നമ്മൾ വലിച്ച് പിടിക്കുന്ന നേരത്ത് നമ്മൾ 1 മുതൽ 3 വരെ കൗണ്ട് ചെയ്യുക.
ഓക്കെ, വിടുന്ന സമയത്ത് എന്തോ നീക്കുക, തിരിച്ചും കൗണ്ട് ചെയ്യുക. തുടക്ക സമയം പിന്നെ നമ്മൾ ബ്രീത്തിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുക. പിന്നെ നമ്മളെ മൈൻഡിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മുടെ ചിന്ത ഒഴിവാക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ചിന്ത ഒഴിവാക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെന്തോ നിങ്ങൾ തിങ്ക് ചെയ്യാൻ തുടങ്ങുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിച്ചാലും ഒരു ഒറ്റ ചിന്ത മാത്രമേ വരാൻ പാടുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്, ശുദ്ധമായിരിക്കണം. ഇപ്പം നമ്മൾ നല്ല കാര്യം ചിന്തിക്കുമ്പോൾ എന്തോന്നാണ്, നമ്മൾ നല്ല കാര്യം ചിന്തിക്കുക. എക്സാമ്പിൾ, ഒരു സദ്യയിൽ നമ്മൾ കുഴച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, ഇതാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അതൊരു കാര്യമില്ല. അതൊന്നും പറഞ്ഞു. അപ്പം നമ്മൾ സദ്യ വിളമ്പുമ്പോൾ സദ്യ മാത്രം വിളമ്പുക, നല്ല ആസ്വദിച്ച് കഴിക്കാൻ നോക്കുക. അതാണ് പരിപാടി, മനസ്സിലായില്ലേ? അപ്പം നമ്മളെ മൈൻഡിൽ നിന്നാണ് നെഗറ്റിവിറ്റിയുള്ള ചിന്ത ആ സമയത്ത് വരാൻ പാടില്ല. അതിനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യാനുള്ളത് എന്ന് നമ്മൾ സാരം, മനസ്സിലായില്ലേ? ഇങ്ങനെ നിങ്ങളൊരു 2 മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു എനർജിക്ക് ഡിഫറൻസേഷൻ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് എനർജി റിലീസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞ എഫക്റ്റീവായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്ന സമയമാണ്. നമ്മൾ രാവിലെ എണീച്ച് കണ്ണ് തുറന്ന് ഉടനെ ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളെ ലൈഫിലെ പോസിറ്റീവായിട്ടുള്ള കാര്യം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്തോന്ന് ചെയ്യുക, ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്യുന്ന കാര്യം. നിങ്ങൾ നാളെ വണ്ടി എടുക്കണം, പെണ്ണ് കെട്ടണം, വീട് വയ്ക്കണം, പൈസ ഉണ്ടാക്കണം, ഇങ്ങനത്തെ പോസിറ്റീവ് കാര്യം ചിന്തിക്കുക. നിങ്ങൾക്ക് ഒരുപാട് നല്ല കൂട്ടുകാർക്ക് പറ്റി ചിന്തിച്ച് വരുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഇതെന്തോന്നറിയാമോ, ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ചിന്തിക്കാൻ പാടില്ല, നമ്മൾ സെൻസേഷൻ കൊടുക്കണം, എന്നത് വർക്കൗട്ടാവും. എക്സാമ്പിൾ, നിങ്ങൾ നാളെ ഒരു പണക്കാരനാകും, നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ മാത്രം പോരാ. പണക്കാരനാകുമ്പോൾ നിങ്ങളൊരു വലിയൊരു ഷെൽഫിൻ്റെ അകത്ത് പണം ഇരിക്കുന്നു. ആ പണം നിങ്ങൾ കൈ തൊടുമ്പോൾ ആ തൊടുന്ന സെൻസേഷൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. മണം, കാഴ്ച എല്ലാം, നമ്മുടെ മണം, കാഴ്ച, സ്പർശനം എല്ലാം, ടേസ്റ്റ് എല്ലാം, മനസ്സിലായില്ലേ? എല്ലാം ഉപയോഗിച്ച് നമ്മൾ ഇതാവണം. അപ്പം നമ്മളിപ്പോൾ നമ്മൾ നേരെ ചെയ്യണം, നാളെ എൻ്റെ ഒരു വലിയ ഷെൽഫിൻ്റെ അകത്ത് വലിയ പണം ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചിന്തിക്കണം, ആ പണം ഞാനിപ്പോൾ വീട്ടിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫ്ലോർ, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ തറയും നമ്മുടെ കാര്യമായിട്ടുള്ള കോണ്ടാക്റ്റ്, സ്പർശനം, അതുപോലെ പൈസ തൊടുമ്പോഴുള്ള സ്പർശനം, നമ്മളെങ്ങനെയാണ് റിയൽ ലൈഫിൽ അതുപോലെ ഫീലിങ്സ് അടിക്കുന്നത്, എങ്ങനെ, മനസ്സിലായില്ലേ? പിന്നെ പണം കയ്യിലെടുക്കുമ്പോൾ പണത്തിൻ്റെ ഒരു ട്രസ്റ്റ്, തൊടുമ്പോൾ ഉള്ള ഒരു ഇത്, മനസ്സിലായില്ലേ? അത് നമ്മൾ സങ്കല്പം ചെയ്യുക. പിന്നെ അത് പ്രത്യേക ഒരു ബാക്ക്ഗ്രൗണ്ട് പോസിറ്റീവായിട്ട് മണം, അതും നമ്മൾ സെൻസ് ചെയ്യുക. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് സെൻസേഷൻ നടത്തുമ്പോൾ, ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം പഞ്ചേന്ദ്രിയങ്ങളെ ആക്ടിവേറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഈ എൻജോയ്മെൻറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് എന്തോന്ന് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ എനർജി ഫോം മാറും, നിങ്ങളുടെ എനർജി ഫോം മാറും, ട്രാൻസ്ഫർ ആവും, ഷിഫ്റ്റ് ആവും. പിന്നെ ഇപ്പം നിങ്ങൾക്കൊരു അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു നല്ല രീതിക്കൊരു സംഭവം വരുന്നതായിരിക്കും, മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ തുടക്ക സമയത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ലൈഫിൽ നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കും, അതില്ലെന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ 30 ദിവസം ചെയ്യണമെന്നോ ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ 2 ആഴ്ച ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ച റിസൾട്ട് കിട്ടത്തില്ല, നിങ്ങൾ അപ്പം ബ്രേക്കായി പോകും. അങ്ങനെ ബ്രേക്കാക്കി പോലുള്ള സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ കാണും. അത് നമ്മൾ തടയാൻ പാടില്ല എന്നുള്ളതാണ്, മനസ്സിലായി? നിങ്ങൾക്ക് പ്രോബ്ലംസ് വരും ആ സമയത്ത്, തുടക്ക സമയത്ത് പ്രോബ്ലംസ് വരും. നിങ്ങളുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള പല കാര്യങ്ങളും നോക്കും. അത് നമ്മൾ ഇന്റേണൽ സ്ട്രഗിളാണ്. നമ്മൾ 2 ഫോഴ്സ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ. നമ്മുടെ ഉള്ളിൽ എനിമി നമ്മൾ തകർക്കണമല്ലോ. അപ്പോൾ എന്തോ നമ്മളെ മൈൻഡിന് അത്, ഞാനൊരു കാര്യം പറയാം, ഒരു എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. ഒരു കൂട്ടം പട്ടികൾ ജീവിക്കുന്ന സ്ഥലം, മനസ്സിലായില്ലേ? അതിലൊരു പുതിയ പട്ടിയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ പട്ടിക്കൂടെ ഇണങ്ങി ചേരാൻ പാടാണ്. ആ പഴയ പട്ടികൾ പുതിയ പട്ടിയെ കുഴച്ച് ഓട്ടിക്കും, മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ ഒരു വ്യത്യസ്തമായ സ്ഥലത്തോട്ട് വേറൊരു സാധനം വരുമ്പോൾ കൂട്ടത്തോടെ അതിനെ ആക്രമിച്ച് പുറത്ത് ചാടിക്കാൻ നോക്കും. ഇതാണ് നമ്മുടെ മൈൻഡ് നടക്കുന്ന കാര്യം. അതുകൊണ്ട് നിങ്ങൾക്ക് പല ചിന്തകളും തോന്നും നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ നല്ല കാര്യം അപ്പോൾ ചിന്തിക്കും, ഞാൻ ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ ഇതേപോലെ രാവിലെ എണീച്ചു, രാത്രി കിടക്കുന്നതിന് മുമ്പ് രാവിലെ എണീച്ചു,
രാവിലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതേപോലെ മെഡിറ്റേഷൻ ചെയ്തു, രാത്രി എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ പ്രോബ്ലംസ് വരുന്നത് എന്താണെന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് തോന്നും. അവിടെ നിങ്ങൾ എന്തോന്ന് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൈ വിടാൻ പാടില്ല. അവിടെ പിടിച്ച് നിർത്തി ഒരു 2 മാസം നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി ഫോഴ്സ് ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് പറഞ്ഞത്. പക്ഷേ എല്ലാവരും കൺസെൻറ്റായിട്ട് ചെയ്യത്തില്ല. അത് ചെയ്യാതിരിക്കാൻ നിങ്ങളെ മൈൻഡ് നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സ് നിങ്ങളെ മാക്സിമം പിന്നോട്ട് വലിക്കാൻ നോക്കും, മാക്സിമം പ്രഷറൈസ് ചെയ്യാൻ നോക്കും. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. മനസ്സിലായില്ലേ? ഓക്കെ. എന്നുവെച്ചാൽ നമ്മളെ പുതിയതായിട്ടൊരു പുതിയൊരു എനർജി വരുമ്പോൾ പഴയ എനർജി പുതിയ എനർജിയെ ചെയ്യാൻ നോക്കും, അടിച്ചമർത്താൻ നോക്കും. മനസ്സിലായില്ലേ? ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോഴേ അതുപോലെയല്ലേ, നമ്മൾ ചിന്തിച്ച് നോക്കണം. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഇതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ എനർജി ഫോഴ്സിന് അതിൻ്റെ പവർ കുറവായിരിക്കും, ചെറുതായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ നെഗറ്റിവിറ്റി ഉണ്ട്, ചെറിയ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയ പോസിറ്റീവിന് വലിയ നെഗറ്റിവിറ്റി ഉണ്ട്. പോസിറ്റിവിറ്റിയെ മാറ്റിക്കളയാൻ നോക്കുമ്പോൾ ആ ചെറിയ പോസിറ്റിവിറ്റി നമ്മൾ വലിയ പോസിറ്റിവിറ്റി ആയി കഴിഞ്ഞാൽ, ആ നെഗറ്റിവിറ്റിക്കാട്ടി വലിയ പോസിറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം, നെഗറ്റീവ് തോട്ട്സിന് ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മുടെ ഒരു നെഗറ്റീവ് തോട്ട്സ് പറഞ്ഞത് നമ്മൾ അടച്ച് തുറക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലിടയ്ക്കിടയ്ക്ക് നമ്മളെ മൈൻഡ് വരുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞ സെൻസിറ്റീവായിട്ടുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴും കിടക്കുമ്പോഴുള്ള മൊമെൻ്റാണ്. ആ സമയത്ത് നമുക്ക് ഉറക്കം വരാറായി കിടക്കാറാവുന്ന ഒരു മൊമെൻ്റില്ലേ, ആ മൊമെൻറ്റിലും നമ്മൾ രാവിലെ എണീച്ച് കണ്ണ് തുറക്കുന്ന ആ മൊമെൻറ്റിലും, ഈ മൊമെൻറ്റിലാണ് നിങ്ങളുടെ ഈ എനർജി ഫോഴ്സ് എടുക്കേണ്ടത്. അങ്ങനെ എടുത്തെടുത്ത് വരുമ്പോൾ ഈ പോസിറ്റിവിറ്റി ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം പുറപ്പെടുപ്പിക്കും. ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സംഭവം പുറപ്പെടുപ്പിക്കും. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടാകും. അയ്യോ, ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് കൂടുതൽ ദുരന്തങ്ങളാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. കൂടുതൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരും. സാധാരണ ഉള്ളതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലിയ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായെന്നിരിക്കാം. പക്ഷേ അതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അവിടെ നിന്ന് നിങ്ങൾ തളരാതെ വീണ്ടും അത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നറിയാമോ, ഇത് അങ്ങ് ഹൈ ആവും. മനസ്സിലായില്ലേ? പോസിറ്റീവ് എനർജി അങ്ങ് ഹൈ ആവും. ഓക്കെ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ എനർജി ഫോഴ്സിന് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓറയുണ്ട്, ഇത് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആ എനർജിയെ നമ്മൾ ഇത് ചാർജ് ചെയ്യുകയാണ്, പോസിറ്റീവ് എനർജിയെ. ഇതാണ് പരിപാടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും എനർജിയുണ്ട്, പ്രത്യേക എനർജിയുണ്ടോ? എല്ലാവരുടെ എനർജി വ്യത്യസ്തമായിരിക്കും. പക്ഷേ എല്ലാ എനർജി ഫോഴ്സിനെയും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ വലിയ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്കും ജപിക്കുന്ന ആൾക്കാർക്ക് ധ്യാനം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചോദിച്ചാൽ മതി, ഇവർക്ക് എല്ലാ എനർജി ഫോഴ്സിനെയും അറിയാൻ പറ്റും. ഇപ്പം ഞാനിപ്പം വേറൊരു കൂട്ടുകാരനെ കണ്ടാൽ എൻ്റെ അടുത്ത് നടന്നു വരികയാണ്. അവൻ ഏത് എനർജി ഫോഴ്സാണെന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റും. കാരണം എന്തോന്നാണ്, നമ്മുടെ മനസ്സ് ശൂന്യമാണ്. മനസ്സിലായില്ലേ? ഒരു സന്യാസി ഇന്ന് തപസ് ചെയ്യുകയാണ്. തപസ് ചെയ്യുമ്പോൾ ആ സന്യാസിയുടെ ബാക്കിൽ കൂടെ ഒരു പുഴു കഴിഞ്ഞ് പോകുമ്പോൾ ആ സന്യാസിക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റുന്നു? കാരണം അത്രയും ഫോക്കസാണ് മൈൻഡ് വളരെ ഫോക്കസാണ്. നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ നമ്മുടെ മൈൻഡ് ഫോക്കസ് ആവുന്ന സമയത്ത് അതാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം നമ്മുടെ മുമ്പിൽ ഒരാൾ വരുമ്പോൾ ആ ആക്കിൻ്റെ എനർജി ഫോഴ്സാണ് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചിക്കനും കുഴിമന്തി അടിച്ച് തിന്നിട്ട് ബിരിയാണിയും കഴിച്ച് കുറച്ച് ഗെയിമും കളിച്ച് പബ്ജിയും കളിച്ച്, മനസ്സിലായില്ലേ, നടന്നിട്ട് എല്ലായിടത്തും അടിച്ച് പൊളിച്ച് ജീവിതം എൻജോയ് നടക്കുന്ന സമയത്ത്, കൂടുതൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും ഒരു എനർജി ഫോഴ്സിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എനർജി ഫോഴ്സ് നമുക്ക് മനസ്സിലാക്കാനേ പറ്റത്തില്ല. പക്ഷേ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്ക്, അപ്പം നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് കൂടും. നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളെ മുമ്പിൽ ഒരാൾ വരുമ്പോൾ ആളെങ്ങനെയാണ്, അവൻ കള്ളനാണോ ഉടായിപ്പാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഇല്ലെങ്കിൽ അപ്പം ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് പോകുന്നു, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലം അത്ര ശരിയല്ലല്ലോ, എന്തോ ഒരു പന്തികളുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കും. ആ സമയത്ത് അവിടെ പ്രശ്നം ഉണ്ടാകും, അതാണ് കാര്യം. ഇപ്പം നിങ്ങളൊരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെ അതാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ പ്രകൃതിയുമായി ഒരു കണക്ഷൻ കിട്ടും. ഇതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വയ്ക്കാനുള്ളൊരു കാര്യം. ഓക്കെ, വേറെ ഒന്നുമല്ല. അപ്പോൾ ശരി, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ എന്തോന്ന് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലിൻ്റെ കാണാൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.